ചെങ്കോട്ട ആക്രമണത്തിന് മുൻപായി ചാവേർ ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ചാവേറായി പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ നബിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വൈറ്റ് കോളർ ഭീകരവാദ സംഘത്തിലെ പ്രധാന കണ്ണിയായ ഡോക്ടർ ഉമർ കൂടുതൽ പേരെ ഈ ആശയത്തിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തിറക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ചാവേർ ആക്രമണം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഈ ആശയമാണെന്നും യഥാർത്ഥത്തിൽ ചാവേർ ആക്രമണം ഒരു രക്തസാക്ഷിത്വ പ്രവൃത്തിയാണെന്നുമാണ് ഉമർ പറയുന്നത്. ലോകം ചാവേർ ബോംബിംഗ് എന്ന് വിളിക്കുന്നതിനെ ബോധപൂർവമായ ദൗത്യമായി ഉമർ നബി വിശദീകരിക്കുന്നുണ്ട്. ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് താൻ മരിക്കുമെന്ന പൂർണ്ണ ഉറപ്പോടെ ഒരാൾ നടത്തുന്ന പ്രവൃത്തിയാണിതെന്നും ഇതൊരു പരിശുദ്ധമായ ദൗത്യമാണെന്നും ഉമർ നബി പറഞ്ഞു. നേരത്തെ തന്നെ ഇയാൾ ചാവേറാകാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വൈറ്റ് കോളർ ഭീകരതയുടെ ചുഴലഴിക്കാൻ സർക്കാർ ശ്രമങ്ങൾ പുരോഗമിക്കവെയാണ് ഡൽഹി സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ വിവരം പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് നിർണായകമായ മറ്റൊരു വിവരം കൂടി പുറത്തു വന്നു. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പൊതു പാർക്കിംഗ് സ്ഥലത്ത് വെച്ചാണ് ഉമർ മുഹമ്മദ് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതായത് അവസാനത്തെ 3 മണിക്കൂർ സ്ഫോടക വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ച ഏറ്റവും ഒടുക്കത്തെ 3 മണിക്കൂറിൽ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയായിരുന്നു ഉമർ നബി എന്നുള്ളതാണ്. സ്ഫോടനത്തിന് മുൻപുള്ള ഉമറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം സുനഹരി മസ്ജിദിന് സമീപമുള്ള പാർക്കിങ്ങിൽ ചെലവഴിച്ച 3 മണിക്കൂറുണ്ട്. ഈ 3 മണിക്കൂർ അയാൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതുമില്ല. അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു ഈ 3 മണിക്കൂർ എന്നതായിരുന്നു. ഈ അന്വേഷണമാണ് യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നത്. നവംബർ 10 വൈകുന്നേരം 3:19 ഉമർ പാർക്കിംഗ് സ്ഥലത്തേക്ക് വാഹനമോടിച്ചു പോകുന്നുണ്ട്. 6:28 അവിടെ നിന്ന് തിരികെ പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. ഏകദേശം 6:52 സ്ഫോടനം നടക്കുന്നു. പാർക്കിംഗ് സ്ഥലത്ത് ചെലവഴിച്ച സമയത്ത് ഉമർ ഒരിക്കൽ പോലും കാറിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല. സ്ഫോടക വസ്തുക്കൾ കൂട്ടിച്ചേർക്കുന്നതിനായി ഉമർ 3 മണിക്കൂറോളം പാർക്കിംഗ് സ്ഥലത്ത് ചെലവഴിച്ചതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് പൂർത്തിയാക്കി അതിനുശേഷം അവിടുന്ന് സ്ഥലത്തു നിന്നും മാറുന്നു. രാവിലെ ഡൽഹിയിലെത്തിയ ശേഷം ഉമർ തന്റെ കൂട്ടാളികളുമായി ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തലുണ്ട്. ആക്രമണം എവിടെ നടത്തണമെന്ന് അവർ ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഓൾഡ് ഡൽഹിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഉമർ മയൂർ വിഹാർ, കൊനാറ്റ് പ്ലേസ് അതുവഴിയൊക്കെ സഞ്ചരിച്ചു. പിന്നീട് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്താണ് ആക്രമണത്തിനായി തെരഞ്ഞെടുക്കുന്നത്. ചെങ്കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യം അവിടെ ആക്രമണം നടത്താൻ തീരുമാനിച്ചതിനൊരു കാരണമാണെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും തിങ്കളാഴ്ച ചെങ്കോട്ടയിൽ സന്ദർശകരെ അനുവദിക്കുന്നില്ലെന്ന് ഉമറിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും അറിയില്ലായിരുന്നു. പാർക്കിംഗ് സ്ഥലം കൂടുതൽ വിജനമായിരുന്നു. ഇതോടെ പാർക്കിംഗ് സ്ഥലത്ത് ബോംബ് പൊട്ടിക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു. പിന്നീടാണ് തിരക്കേറിയ സുഭാഷ് മാർഗിൽ ബോംബ് പൊട്ടിക്കാൻ ഉമറും സംഘവും തീരുമാനിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഉമർ നബിയുടെ പദ്ധതികളെല്ലാം നടന്നിരുന്നത്. ചെങ്കോട്ട സ്ഫോടന കേസിലെ ചാവേറായ ഉമർ നബി ആക്രമണത്തിന് കൃത്യം ഒരാഴ്ച മുൻപ് ജമ്മു കാശ്മീരിൽ പുൽവാമയിലെ കുടുംബ വീട് സന്ദർശിച്ചിരുന്നു. വീട്ടിലെത്തിയ ഉമർ തന്റെ സഹോദരൻ നൽകിയ ഫോണിൽ നിന്നാണ് ചാവേർ ആക്രമണങ്ങളെ പ്രകീർത്തിക്കുന്ന വീഡിയോ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന ആ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുമെന്നും ചാവേർ ആക്രമണത്തിന് ശേഷമാണെങ്കിലും ആ വീഡിയോയിലൂടെ നിരവധി ആളുകൾ തന്റെ രക്തസാക്ഷിത്വം ഒക്കെ കണ്ട് ആ ആശയത്തിലേക്ക് ആകൃഷ്ടരാകുമെന്നും ഉമർ വിചാരിച്ചിരുന്നു. കുടുംബ വീട്ടിൽ നിന്നും മടങ്ങുന്നതിന് മുന്നേ ഉമർ തന്റെ കൈവശമുണ്ടാകുന്ന 2 ഫോണുകളിൽ ഒന്ന് സഹോദരന് കൈമാറുകയാണ്. ഇതിനുശേഷം ഫരീദാബാദിലെ അൽഫലാ സർവകലാശാലയ്ക്ക് തിരിച്ചെത്തുന്നു. പിന്നാലെ ഡോക്ടർ ഉമറിന്റെ അൽഫലാ സർവകലാശാലയിലെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളായി പോലീസിന്റെ പിടിയിലാവുന്നു. ഈ അറസ്റ്റുകളെക്കുറിച്ച് ഉമറിന്റെ സഹോദരൻ അറിഞ്ഞിരുന്നു. പരിഭ്രാന്തനായ ഉമർ സഹോദരൻ നൽകിയ ഫോൺ പുൽവാമയിലെ വീടിനടുത്തുള്ള കുളത്തിൽ വലിച്ചെറിഞ്ഞു. ഉമറിന്റെ കൈവശമുണ്ടായിരുന്ന 2 ഫോണുകളും കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. എന്നാൽ അവ രണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഫോണുകളുടെ അവസാന ലൊക്കേഷനുകൾ ഡൽഹിയിലും പുൽവാമയിലുമായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുൽവാമയിലെ ഉമറിന്റെ വീട്ടിലെത്തിയത്. പരിശോധനകൾക്കും നീണ്ട ചോദ്യം ചെയ്യലിനും ഒടുവിൽ തനിക്കൊരു ഫോൺ ലഭിച്ചിരുന്നുവെന്നും അത് ഭയപ്പാട് മൂലം താൻ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും സഹോദരൻ വെളിപ്പെടുത്തുന്നുണ്ട്. ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടെയാണ് ഡൽഹിയിൽ ചാവേർ ആക്രമണം നടന്നതെന്നും അതിനുശേഷമാണ് ഫോൺ കണ്ടെടുത്തതെന്നും ഒക്കെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഉമർ നബി എന്ന് പറയുന്ന തീവ്രവാദി അത് ആസ്വദിച്ച് ചെയ്ത പ്രവൃത്തിയാണെന്നും രക്തസാക്ഷിത്വവും സ്വർഗവും ഹൂറികളും ഒക്കെ പ്രതീക്ഷിച്ചാണ് അത് ചെയ്തതെന്നും വ്യക്തമാണ്. ഈ നാട്ടിൽ ഇന്നും ജീവിച്ചിരിക്കേണ്ടിയിരുന്ന സാധാരണക്കാരായ 14ഓളം ആളുകളെ കൊല വിളിച്ചതിനു ശേഷം ഇതൊക്കെ രക്തസാക്ഷിത്വമാണെന്നും മഹനീയമായ ആശയമാണെന്നും പറയാൻ ഉമറിന് സാധിച്ചിട്ടുണ്ട്. തൻ്റെ മരണശേഷം തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം തൻ്റെ വീഡിയോ നിരവധി ആളുകളിലേക്ക് എത്തുമെന്നും അതുവഴി കൂടുതൽ ചാവേറുകൾ രാജ്യത്തുണ്ടാകുമെന്നും ഉമർ പ്രതീക്ഷിച്ചിരിക്കാം. താൻ പോയ വഴിയെ പുറകെ ഇനിയും ആളുകൾ വരുമെന്നും പ്രതീക്ഷിച്ചിരിക്കാം. ഉമർ നടന്നു പോയ വഴിയെ നമ്മുടെ സർക്കാർ സംവിധാനം, നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടക്കുമ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളാണ്
മണിക്കൂറുകൾക്കിടയിലായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.